ഹലോ എവരിവൺ, ഇത് നമ്മുടെ അസീഘാട്ടാണ്, നമ്മുടെ കാശി. ഇവിടെ വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ഒരുവിധം കഴിഞ്ഞു. കാരണം ഇപ്പം വെള്ളം ഇപ്പം തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ചെളിയെന്ന് പറഞ്ഞാൽ ഫുള്ള് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അങ്ങോട്ടൊന്നും ഇറങ്ങി പോകാനും സമ്മതിക്കത്തില്ല. പോലീസിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളുണ്ട് അവിടെ. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, തോണിയൊക്കെ ഇപ്പോൾ അങ്ങ് അതിലേക്ക് ഇറങ്ങി. പണ്ട് ഈ ഫ്രണ്ട് വരെയൊക്കെ, ഫ്രണ്ടല്ല ഈ റോഡിലൊക്കെ, റോഡിൻ്റെ അപ്പുറം വരെയൊക്കെ ആയിരുന്നു ഈ തോണിയൊക്കെ ഇനി കൊണ്ടുവരുന്നത്. ഇപ്പം വെള്ളം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, മറ്റേ ആൾക്കാരിരിക്കുന്ന മണ്ഡപത്തുണ്ട് മൊത്തം ചെളിയാണ് അവിടെ ഫുള്ള്. അതിനി ഇത് ഉണങ്ങുന്നതിന് മുമ്പ് വെള്ളം വെച്ച് പമ്പ് ചെയ്ത് കളയുമായിരിക്കും. അവിടെ പമ്പിന് സെറ്റൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ആൾക്കാരവിടെ, ക്ലീനിങ് നടക്കുന്നുണ്ട്. പക്ഷെ അറിയത്തില്ല അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന്. കാരണം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും അത് കഴുകി കളയാനും സംഭവമായിട്ട്. കാരണം അപ്പുറത്ത് ഇതിൻ്റെ വേറൊരു ഘാട്ടിൽ നദീക്കരയിൽ പോയപ്പോൾ അവിടെ മൊത്തം അതങ്ങ് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി അത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലൊന്നും പോകത്തില്ല. ഇനി അത് കിളച്ചും വൃത്തിയാക്കിയും കോരി കളയേണ്ടി വരും. സോ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളവും കൂടെ ഉണ്ട്, അറ്റ്ലീസ്റ്റ് മഡ് മാത്രമല്ല. അപ്പം കുറച്ച് വെള്ളവും കൂടെ പമ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഒഴുകി പോവും. സത്യം പറഞ്ഞാൽ ഈ പടിക്കെട്ടൊക്കെ അങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. പക്ഷേ വൃത്തിയാക്കുക പറഞ്ഞാൽ ഇവർക്ക് ഇവിടെ സാധാരണമാണ്. ഗംഗയിൽ വെള്ളം ഉയർന്നതെന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറയുന്നത് എല്ലാ വർഷവും ഇവിടെ ഉയരുന്നുണ്ട്. അവരത് ഉണങ്ങുന്നതിന് മുമ്പ് കഴുകി കളയുന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ആ വെള്ളത്തിൻ്റെ ആ ഗോപുരത്തിൻ്റെ മുകളിൽ വരെ വെള്ളം ഉണ്ടായിരുന്നു അന്ന്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഏറ്റവും ടോപ്പ് വരെ വെള്ളത്തിൻ്റെ ലെവല് മുകളും കഴിഞ്ഞുണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല ഇപ്പം. കാരണം ഈ മഡും ചെളിയൊക്കെ കാരണം അങ്ങോട്ട് ആരെയും കടത്തി വിടുന്നില്ല. വൃത്തിയാക്കി ഒരു 2-3 ദിവസം ആവും പഴയ കണക്കായി വരണമെങ്കിൽ. ഇപ്പം നിങ്ങൾ കാണുന്ന ഇവിടെ ഇതൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ചെളി എന്ന് പറഞ്ഞാൽ മൊത്തം ചെളിയാണ്. കാരണം ഇത് അവിടെ കുറച്ചൊരു ചെറിയൊരു മതിലിനൊക്കെ സംഭവമുണ്ട്. സോ വെള്ളം കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാത്ത ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇനി അത് പമ്പ് ചെയ്ത് കളയേണ്ടി വരും ആ ഭാഗത്ത്. ഇതാണ് അസീഘാട്ട്. വെള്ളം ഇപ്പം നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. കാരണം നേരത്തെയൊക്കെ ഒരുപാട് നല്ല രീതിയിൽ വെള്ളം റോഡ് കഴിഞ്ഞ് വന്ന വെള്ളമായിരുന്നു. ഇപ്പം നല്ലോണം ഇതിൽ കുറഞ്ഞിട്ടുണ്ട്. ഇത് വേറെ ഒരു നദിക്കരയാണ്, അസീഘാട്ടല്ല, അതിൻ്റെ ഫ്രണ്ട് സൈഡോട്. ഇവിടെയാണ് സാധാരണ ഈ കുട്ടികൾക്കുള്ള യോഗയും മെഡിറ്റേഷനൊക്കെ ഇവിടെയാണ് രാവിലെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, മൊത്തം ചെളിയാണ്. ഞാൻ സൈക്കിളിൽ വെച്ചൊരു ഫോട്ടോ എടുത്തതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വെച്ചിട്ടാണ്. അന്നൊക്കെ ഇവിടെ വെള്ളമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കവിഞ്ഞു. ആ ആൽമരോഗം എന്ന് വെച്ചാൽ ഇതൊരു ടോപ്പ് വരെ വെള്ളം കയറിയാന്ന്. പിന്നെ ആ കാണുന്ന ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ, ഷിപ്പ് കണക്കുള്ള ചെറിയ ഷിപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു തോണി കണക്ക് സംഭവം, അത് ഇങ്ങനെ കരയിൽ വന്നായിരുന്നു. കാരണം അത്രയ്ക്ക് വെള്ളം ഉയർന്നായിരുന്നു. ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെയൊക്കെ 3rd ഫ്ലോർ വരെ വെള്ളം ഉണ്ടായിരുന്നു അന്ന്. ഇവിടെയൊക്കെ ഇനി എങ്ങനെ വൃത്തിയാക്കുമെന്തോ. കാരണം നല്ല രീതിയിൽ ഇവിടെ ചെടിക്കുണ്ടായി. ഇനി വെള്ളം ഒഴിച്ച് ഉണങ്ങുന്നതിന് മുമ്പ് വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞാൽ ഒരു പക്ഷേ വൃത്തിയാവും. അല്ലെങ്കിൽ ഇവർക്കത് പിന്നെ കിളച്ച് വൃത്തിയാക്കി കളയേണ്ടി വരും. നല്ല രീതിയിൽ വെള്ളം ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഏകദേശം പഴയണക്കായി. ഇനി ഒരു കുറച്ചും കൂടെ പഴയണക്കായി. പണ്ട് അത്ര കണക്ക് തന്നെ വെള്ളം ഉണ്ടാകുന്നുള്ളൂ. മൊത്തം ചെളിക്കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പടിയെല്ലാം. നല്ലൊരു പണിയാണിത് വൃത്തിയാക്കി എടുക്കണം എന്ന്. ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഗംഗാനദി. അപ്പോൾ